ഹായ് കൂട്ടുകാരെ, അപ്പോഴേ നമ്മളെ ഈ സ്ഥലം ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പുളിമാത്ത്. അപ്പോൾ പുളിമാത്ത് ദേവീ ക്ഷേത്രത്തിലെ അശ്വതി ഉത്സവം ആരംഭിച്ചിരിക്കുന്നത്. മഹോത്സവത്തോടനുബന്ധിച്ച് അവിടുത്തെ ദീപാലങ്കാരങ്ങൾ കാണാനാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുളിമാത്ത് ഞങ്ങളെ ഒരുപാട് പറഞ്ഞു കേട്ട ഒരു സ്ഥലമാണ് പുളിമാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ അറിയാം. വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും പുളിമാത്ത്. അപ്പോൾ പുളിമാത്ത് നമ്മുടെ സരികയുടെ സ്വന്തം തട്ടകം. അപ്പോൾ അവിടെ നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചിട്ടുണ്ട്. 10 ദിവസം ഉത്സവമാണ്. 14-ാം തീയതി ഉത്സവം തുടങ്ങി 23-ാം തീയതി വരെ ഉത്സവമുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഉത്സവമായിരുന്നു. 1-ാം ദിവസം തന്നെ നമ്മുടെ ഹരിചേട്ടൻ, വനജ ടീച്ചറും കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്ന് കാണണം. നമ്മുടെ പുളിമാത്ത് ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ദീപാലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഉത്സവ കച്ചവടമുണ്ട്. അതെ, ഉത്സവ മേള എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു മേള എന്നുള്ള രീതിയിൽ ഇപ്പോഴും എന്തായാലും തുടങ്ങിയില്ല. ഇനി തുടങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് ഇനി അവർ വന്ന് തുടങ്ങുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ബാക്കിയുള്ള എല്ലാം, പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. നമ്മുടെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട്, ദേവീക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, അതെ, കുളത്തിൻ്റെയൊക്കെ ഏരിയ, അമ്പലക്കുളത്തിൻ്റെയൊക്കെ അവിടെ നല്ല രീതിയിലുള്ള ദീപാലങ്കാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് അത്രയും മനോഹാരിതയോടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ലൈറ്റുകൾ, ദീപാലങ്കാരങ്ങളും എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എത്തണം. എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സപ്പോർട്ടാണല്ലേ. അതാകുമ്പോഴത്തേക്ക് എല്ലാ കൊല്ലം അവർക്ക് ഇതിന്നും കൂടുതൽ മികച്ച രീതിയിൽ നമ്മൾ ദീപാലങ്കാരമൊക്കെ ചെയ്യാനും അതുമല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് ഒരുക്കാനും അവർക്ക് തോന്നുകയും അവർ അത് ഉറപ്പായിട്ടും അതിന് ശ്രമിക്കുകയും ചെയ്യും. വളരെ ഓരോ വർഷവും മികച്ച രീതിയിൽ വീണ്ടും മികച്ച രീതിയിലാണ് അവർ പിന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ദീപാലങ്കാരം തന്നെയാണ് നമ്മുടെ പുളിമാത്ത് ദേവീ ക്ഷേത്രത്തിലെ ദീപാലങ്കാരം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുളത്തിന് ചുറ്റും ചെയ്തിരിക്കുന്ന ഡെക്കറേഷനാണ്. നമ്മളെ കുളത്തിലും കൂടെ അതിന്റെ ഒരു പ്രതിബിംബം കാണുമ്പോൾ അതൊരു പല രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ വർഷവും ഓരോ മോഡലിലാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യാസമുണ്ട്. ചെറിയ എഴുത്തുകൂടെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, എല്ലായിടത്തും കാണുമ്പോൾ തന്നെയാണ് ലൈറ്റ് കൊണ്ടുള്ള വിവിധ രൂപങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ലൈറ്റ് കൊണ്ടുള്ള ഓരോരോ രൂപങ്ങൾ. പിന്നെ നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇരിക്കാൻ വേണ്ടി കസേര തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അല്ല. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.